ഇനി നമ്മൾ വേവിലെ ബീറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അതിന് ആദ്യം എന്താണ് ബീറ്റ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എന്താണ് ബീറ്റ് എന്നുള്ളത്? ബീറ്റിന്റെ ഒരു പ്രോപ്പർട്ടി, രണ്ട് വേവുകൾ എന്ത് ചെയ്തു, സൂപ്പർ ഇമ്പോസ് ചെയ്തു. അങ്ങനെ രണ്ട് വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്തു വിത്ത് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രീക്വൻസി ഉള്ള രണ്ട് വേവുകൾ. ഇത് ഒന്നാമത്തെ വേവ് ആണ്, ഇത് രണ്ടാമത്തെ വേവ്. രണ്ടാമത്തെ വേവിന്റെ പ്രത്യേകത സ്ലൈറ്റ്ലി ഡിഫറെന്റ് എന്താണ്, ഫ്രീക്വൻസിയാണ്. അപ്പൊ അവിടെ എന്തുണ്ടാകും, ബീറ്റ് ഉണ്ടാകും. നിങ്ങൾ ബീറ്റ് കേട്ടിട്ടുണ്ട് അല്ലെ? പെട്ടെന്ന് സൗണ്ട് ഉച്ചത്തിൽ വരും, പിന്നെ പെട്ടെന്ന് സൗണ്ടിന്റെ ഇന്റൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഇതിനാണ് ബീറ്റ് എന്ന് പറയുക. ഈ ഒന്നാമത്തെ വേവിന്റെ ഫ്രീക്വൻസി ന്യൂ1 ആണ്, രണ്ടാമത്തെ വേവിന്റെ ഫ്രീക്വൻസി ന്യൂ2 ആണെങ്കിൽ അവിടെ ബീറ്റ് ഫ്രീക്വൻസിയുടെ ഫോർമുല മനസ്സിലാക്കണം. ബീറ്റ് ഫ്രീക്വൻസിയുടെ ഫോർമുല ന്യൂ1 മൈനസ് ന്യൂ2, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതിയാൽ മതി. അപ്പൊ രണ്ടുപേർക്കും സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രീക്വൻസി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒന്നാമത്തെ ആളുടെ ഫ്രീക്വൻസി, ബീറ്റിന്റെ ഫ്രീക്വൻസി ഒരു 400 ഹേർട്സ് ആണ്, രണ്ടാമത്തത് 405 ആണെങ്കിൽ അവരുടെ ബീറ്റ് ഫ്രീക്വൻസി 5 ഹേർട്സ് ആയിരിക്കും ഉണ്ടാവുക. ബീറ്റ് ഫ്രീക്വൻസി 5 എന്ന് പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ 5 ബീറ്റ് കേട്ടു. ഓക്കെ, അപ്പൊ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര തവണ നമ്മൾ കേൾക്കുന്നുണ്ട്, അതിനെയാണ് ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുക. ബീറ്റ് ഫ്രീക്വൻസിന്റെ വാല്യൂ 10 ഹേർട്സ് ആണെങ്കിൽ ഒരു സെക്കൻഡിൽ 10 ബീറ്റ് ഉണ്ടായിരുന്ന. ഒരു ബീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സൗണ്ട് വരിക പോവുക. ഓക്കെ, അപ്പൊ അതിനെയാണ് ഒരു ബീറ്റ് എന്ന് പറയാറ്. ബീറ്റ് ഫ്രീക്വൻസി 2 ഹേർട്സ് ആണെങ്കിൽ ഒരു സെക്കൻഡിൽ 2 ബീറ്റ് ഉണ്ടായി എന്നുള്ളതാണ്. ഇനി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇതൊരു ട്യൂണിംഗ് ഫോർക്കാണ്. ഈ ട്യൂണിംഗ് ഫോർക്കിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാകും. ചില ചോദ്യത്തിൽ പറയും ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ 2 ആമിലും അവർ വാക്സ് കോട്ട് ചെയ്തു എന്ന്. വാക്സ് കോട്ട് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം അതിന് തിക്നെസ് കൂടി. തിക്നെസ് കൂടുമ്പോൾ പഴയ പോലെ പിന്നെ അതിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ അതിനെ വാക്സ് കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ ഫ്രീക്വൻസി കുറയും. ഓക്കെ, കാരണം അതിന്റെ ഭാരം കൂടിയില്ലേ. ഇനി വേറെ ചില ചോദ്യങ്ങളിൽ അവർ പറയാ ഇതേപോലെ നമ്മുടെ കയ്യിൽ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതേപോലെ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. എന്നിട്ട് അവർ ചോദ്യത്തിൽ പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഓക്കെ, സോ വി ഹാവ് എ ട്യൂണിംഗ് ഫോർക്ക്. ദെൻ എന്നിട്ട് അവർ ക്വസ്റ്റ്യനിൽ പറയാണ് ഇതിനെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യം വാക്സിങ് അല്ലായിരുന്നു, പിന്നെ അവർ പറയും വാനിങ് ചെയ്തു എന്ന് പറയും. വാനിങ് അല്ലെങ്കിൽ അവർ ഇതിനെ പോളിഷ് ചെയ്തു എന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറയും. പോളിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിന്റെ തിക്നെസ് എന്ത് ചെയ്തു, കുറച്ചു. കണ്ടോ, ഇതിനെ അവർ ഇതേപോലെ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് അതിന്റെ തിക്നെസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരിങ്ങനെ കുറക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഭാഗത്തിന്റെ തിക്നെസ് കുറച്ചു. തിക്നെസ് കുറക്കുമ്പോൾ അത് ഒന്നുകൂടി ഫ്ലെക്സിബിൾ ആയി. ഇനി അതിന് നേരത്തെക്കാളും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ അർത്ഥം അതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ വാക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിക്നെസ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. നമ്മൾ പോളിഷ് ചെയ്തിട്ട് വാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നുണ്ടാവുക, അതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി ചോദ്യത്തിലേക്ക് വരാം. 2 ട്യൂണിംഗ് ഫോർക്ക്, 2 ട്യൂണിംഗ് ഫോർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഫിഗർ വരക്കാം. നമ്മുടെ കയ്യിൽ 2 ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. ആരൊക്കെയാണ്? ട്യൂണിംഗ് ഫോർക്ക് എയും ട്യൂണിംഗ് ഫോർക്ക് ബിയും. ഇതിനും പ്രത്യേകിച്ച് ഫോർമുല ഒന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് നമ്മുടെ ഐഡിയ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇക്വേഷൻസ് ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല. ബുക്കിലൊക്കെ സൊല്യൂഷൻസിൽ അവർ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യാറ്. നമുക്ക് ജസ്റ്റ് കോമൺ സെൻസ് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എയും ബിയും ഉണ്ട്. ഇനി അവർ പറയാണ് 2 സെക്കൻഡ് കൊണ്ട് 8 ബീറ്റ് ഉണ്ടായി. അതല്ല ബീറ്റ് ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ എത്ര ഉണ്ടായി, അതാണ് ബീറ്റ് ഫ്രീക്വൻസി. അപ്പൊ 2 സെക്കൻഡിൽ 8 ബീറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ 4 ബീറ്റ് ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ അർത്ഥം ഇവരുടെ ബീറ്റ് ഫ്രീക്വൻസി എത്രയെന്നറിയോ? ഇവരുടെ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 8 ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. സോറി, 8 അല്ല 4 ആണ്. കാരണം ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ എത്ര ബീറ്റ് ഉണ്ടാവുന്നുണ്ടോ അതിനാണ് ബീറ്റ് ഫ്രീക്വൻസി. അപ്പൊ 2 സെക്കൻഡിൽ 8 എണ്ണം, അപ്പോൾ ഒരു സെക്കൻഡിൽ 4. അപ്പൊ ബീറ്റ് ഫ്രീക്വൻസി 4 ആണ്. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്ന, അപ്പൊ ആദ്യം ഇങ്ങനെയായിരുന്നു. അപ്പൊ ആദ്യത്തെ കേസ് ഇതുപോലെയായിരുന്നു. ഇനി അവർ ചോദ്യത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, ഇഫ് ഫോർക്ക് എ ഇസ് ലോഡഡ് വിത്ത് വാക്സ്, ഈ എ ഉണ്ടല്ലോ അത് നമ്മൾ എന്ത് ചെയ്തു, 2 ആമിലും വാക്സ് ലോഡ് ചെയ്തു. വാക്സ് ലോഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതിന്റെ ഫ്രീക്വൻസി കൂട്ടി. ആദ്യം ഉള്ളതിനേക്കാളും ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം വാക്സ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ ഭാരം കൂടിയില്ല 2 ആമിലെയും. അപ്പൊ ഇനി പഴയ പോലെ അത്ര എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വൈബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പോളിഷ് ചെയ്ത് സാൻഡ് പേപ്പർ ചെയ്തു എന്നൊക്കെ പറയുകയാണെങ്കിലോ അപ്പൊ അതിന് തിക്നെസ് കുറയും, അപ്പൊ ഫ്രീക്വൻസി കൂടും. ഇവിടെ ഫ്രീക്വൻസി കുറഞ്ഞു. ആ സമയത്ത് ബീറ്റ് ഫ്രീക്വൻസി മാറി. ഇനി എന്താണെന്നറിയോ? 2 സെക്കൻഡിൽ 4 ബീറ്റ് ആണ്. ഓക്കെ, അപ്പൊ 2 സെക്കൻഡിൽ എത്രയാണ്, 4 ബീറ്റ്. അതല്ല ബീറ്റ് ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ എത്ര ഉണ്ട് എന്നുള്ളതാ. അപ്പൊ 2 സെക്കൻഡിൽ 4 ആണെങ്കിൽ ഒരു സെക്കൻഡിൽ 2 ആണ്. അപ്പൊ ഈ കേസിലെ ബീറ്റ് ഫ്രീക്വൻസി എത്രയാണ്? ഈ കേസിലെ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ഹേർട്സ് ആണ്. ഓക്കെ, അതായത് ഒരു സെക്കൻഡിൽ 2 ബീറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ പറയാണ് ദ ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് ബി ആൾറെഡി തന്നിട്ടുണ്ട്. ബിയുടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് എത്രയും 380 ഹേർട്സ് ആണ്. ബിയിൽ രണ്ടാമത്തെ കേസിൽ 380 ആണ്. കാരണം ബിന് നമ്മൾ മാറ്റൊന്നും വരുത്തുന്നില്ലല്ലോ. അപ്പൊ ബിയുടേത് 380 ആണെങ്കിൽ എയുടെ ബീറ്റ് ഫ്രീക്വൻസി എത്രയാവണം എന്നാണ് ചോദ്യം.
ഓക്കെ, അപ്പൊ എയുടെ ബീറ്റ് ഫ്രീക്വൻസി അറിയില്ല, ബി 380 ആണ്. ആദ്യം അവരുടെ ബീറ്റ് ഫ്രീക്വൻസി 4 ആണ്. പിന്നെ ഇതിൽ മാറ്റമില്ല, ഇയാളുടെ ഫ്രീക്വൻസി കുറച്ചു, അപ്പൊ ബീറ്റ് ഫ്രീക്വൻസി 2 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ എയുടെ ഒറിജിനൽ ഫ്രീക്വൻസി എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ ഒരു കാര്യം അറിയാം, ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ രണ്ടും നമ്മളുടെ വ്യത്യാസത്തിനല്ലേ നമ്മൾ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയാം. രണ്ടുപേരും തമ്മിലുള്ള ഫ്രീക്വൻസിയുടെ വ്യത്യാസമല്ലേ ν1 - ν2. അപ്പൊ ഇതിന്റെ ബീറ്റ് ഫ്രീക്വൻസി 4 ആണ്. അതിന്റെ അർത്ഥം ഈ രണ്ടുപേരും തമ്മിലുള്ള ഫ്രീക്വൻസിയുടെ വ്യത്യാസമാണ് 4. അപ്പൊ ഇത് 380 ആണെങ്കിൽ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ ഇയാളുടെ ഫ്രീക്വൻസി എന്താവാം, 384 ആവാം. 2 പോസിബിലിറ്റി ആണുള്ളത്. അല്ലെങ്കിൽ 376 ആവാം. ഈ രണ്ടായിരിക്കും ആൻസർ വരുള്ളൂ. നിങ്ങൾ ഇതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കൂ, 4. ഇതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കൂ, 4. ഈ 2 പോസിബിലിറ്റി ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ 384 ആവാം, അല്ലെങ്കിൽ 376 ആവാം. പക്ഷെ അതിൽ ഏതാണെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പൊ ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരാം. നമുക്ക് ഈ 2 ഓപ്ഷൻസിലാണല്ലോ ഡൗട്ട് ഉള്ളത്. നമുക്ക് ഡൗട്ട് ഉള്ളത്. പിന്നെ ഇവരെന്താ ചെയ്തതെന്ന് അറിയോ? ആ സമയത്ത് ഇവർ ഇതിന്റെ ഫ്രീക്വൻസി കുറച്ചു. വാക്സ് ചെയ്തു എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി കുറച്ചു. അപ്പൊ 384 ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇത് കുറച്ചു. അപ്പൊ ബീറ്റ് ഫ്രീക്വൻസി 2 ആയി. ഇനി നോക്ക്, ഇതിൽ ആരുടെ ഫ്രീക്വൻസി കുറച്ചാലാണ് 2 ആവാൻ നോക്കാം. നിങ്ങൾക്ക് ഒരു കാര്യം നോക്കൂ, ഒരിക്കലും ആൻസർ 376 ആവില്ല. കാരണം 376 ആണെങ്കിൽ ഞാൻ ഇതിനെ വാക്സ് ചെയ്തു. ആദ്യം ഇതിന്റെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇതിന്റെ 370, നമുക്ക് 2 ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. അപ്പൊ ഒരു പോസിബിലിറ്റി എടുക്കാം. 376 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വാക്സ് ചെയ്തപ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞു. അപ്പൊ ഓൾറെഡി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 4 ഉണ്ട്. ഇനി ഇതിന്റെ ഫ്രീക്വൻസി, കോമൺ സെൻസ് മാത്രം മതി, വേറെ ഒരു ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിന്റെ ഫ്രീക്വൻസി കുറച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിനി 2 കിട്ടുമോ? ഫോർ എക്സാമ്പിൾ ഞാനിത് കുറച്ച് 375 ആക്കിയിട്ടുണ്ടെങ്കിൽ വ്യത്യാസം കൂടി വരില്ല ചെയ്യുക. 374 ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് 6 അല്ലേ ആവാ. ഒരിക്കലും എനിക്ക് എന്താക്കാൻ പറ്റില്ല, പിന്നെ 2 ഫ്രീക്വൻസി ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതല്ല അതിന്റെ ആൻസർ വരിക. ഇനി 384 ആണെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്തു, വാക്സ് ചെയ്തു, ഫ്രീക്വൻസി കുറഞ്ഞു. അപ്പൊ 384 ഉള്ളത് കുറഞ്ഞിട്ട് ഒരു 382 ആയി. കറക്റ്റ് ആണ്. ഇനി എനിക്ക് ഇവർ തമ്മിലുള്ള വ്യത്യാസം 2 വരുന്നുണ്ട്. ആ വ്യത്യാസത്തിനല്ലേ ബീറ്റ് ഫ്രീക്വൻസി. അപ്പൊ 4 ഉള്ള ആള് 2 ആവണമെങ്കിൽ ഉറപ്പായിട്ടും അത് 384. അപ്പൊ 384 ശരിയാണ്. അപ്പൊ ഇനി ആൻസർ ഏതാണ്, 384 ആണ്. അപ്പൊ കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കാം. ആദ്യം 384, ഇത് 380, വ്യത്യാസം 4. പിന്നെ ബീറ്റ് ഫ്രീക്വൻസി കുറഞ്ഞു, ഒരു 382 ആയിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോഴും 2 കിട്ടുന്നുണ്ട്. അപ്പൊ അവർ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യണമെങ്കിൽ ദ ആൻസർ ഷുഡ് ബി 384. ആദ്യം ഉണ്ടായിരുന്ന അതിന്റെ ഒറിജിനൽ ഫ്രീക്വൻസിയാണ് 384.